ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ചാൾസ് ഡിക്കൻസ്. ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രമാസികകൾ പുറത്തിറങ്ങുന്ന ഭാഷ ഏത്? ഉത്തരം ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ദേശീയ പത്രദിനം എന്ന്? ഉത്തരം ജനുവരി 29. ഇന്ത്യൻ പത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രം പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ഭാഷ ഏത്? ഉത്തരം ഇംഗ്ലീഷ്. പാചകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ സി. സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? ഉത്തരം പ്ലൂട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം ശ്വാസകോശം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഉത്തരം നിലമ്പൂർ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശം നിയമ അവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 44-ാം ഭേദഗതി. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? ഉത്തരം അറബി. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഇറ്റലി. ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തി ആര്? ഉത്തരം മദർ തെരേസ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ഉത്തരം ആശാ പൂർണാദേവി. കേരളത്തിലെ ഏതു നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അഞ്ചരക്കണ്ടിപ്പുഴ. ആരുടെ തൂലിക നാമമാണ് ചെറുകാട്? ഉത്തരം സി ഗോവിന്ദ പിഷാരടി. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം കുമാരനാശാൻ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? ഉത്തരം സുഗതകുമാരി. കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത്?
ഉത്തരം ഭാരതപ്പുഴ. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം C.H. കുഞ്ഞപ്പ. ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര്? ഉത്തരം പ്രേം നസീർ. ഇന്ത്യയിലെ രാഷ്ട്രപതി ആയ ആദ്യ മലയാളി ആര്? ഉത്തരം K.R. നാരായണൻ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം റസൂൽ പൂക്കുട്ടി. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം മേഘാലയ. സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം സിംഗപ്പൂർ. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഡാന്യൂബ് നദി. കൊല്ലം തോറും കാശ്മീരിലെ ശ്രീനഗറിൽ നടത്തിവരുന്ന മഹോത്സവത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കാശ്മീർ സ്റ്റേറ്റ് പ്രദർശന. 2020 ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടന്നത്? ഉത്തരം ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ഉത്തരം ബോംബെ സമാചർ. ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ലൂയി ബ്രെയിൻ. മഗധയുടെ തലസ്ഥാനമായ പാടലിപുത്രം ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പാറ്റ്ന.